ശാസ്ത്ര സാങ്കേതിക ലോകത്തെ പുതിയ സാധ്യതകളെയും നൂതനാശയങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനായി ദോഹയിൽ നോട്ടെക് പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്ന പ്രദർശനത്തിന് പുറമെ വിവിധ സെഷനുകളിലായി നടന്ന ബോധവൽക്കരണ പരിപാടികളും ഏറെ ശ്രദ്ധേയമായി. ഖത്തറിലെ 6 സോണുകളിൽ നിന്നും 14 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുമായി 300ഓളം മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്യാമ്പസ് വിഭാഗത്തിൽ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. MES ഇന്ത്യൻ സ്കൂൾ, മെഷാഫ് പോഡാർപേൾ സ്കൂൾ എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സോൺ വിഭാഗത്തിൽ ഹിലാൽ സോൺ 1ാം സ്ഥാനവും ഗരാഫ സോൺ 2ാം സ്ഥാനവും നേടി. നോട്ടെക്കിന്റെ ഭാഗമായി നടന്ന എക്സ്പോ പവലിയൻ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ഇൻകാസ് ജനറൽ സെക്രട്ടറി KV ബോബൻ, ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിതേഷ് പുത്തൻവീട്ടിൽ, പൂനെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ദിനേശ് ബക്ഷി തുടങ്ങിയവർ ക്യാമ്പസ് ക്ലോസിംഗ് സെറമണിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഐടോക് സെഷനിൽ കൌൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റുമായ ജോർജ് വി ജോയി, SM ബഷീർ, ഫിറോസ് PT, ഉബൈദ് പേരാമ്പ്ര തുടങ്ങിയവരും, ഇവോൾവർ സെഷനിൽ റേഡിയോ മലയാളം ജനറൽ മാനേജർ നൌഫൽ അബ്ദുൾ റഹ്മാൻ, ഉബാദ സഖാഫി എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ബിഗ് ക്വിസ്, സെമിനാർ, ലെജൻഡറി സെഷനുകളും ഏറെ ശ്രദ്ധേയമായി. സമാപന സംഗമത്തിൽ SSF കേരള സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി, ICF നേതാക്കളായ അഹമ്മദ് സക്കാഫി പേരാമ്പ്ര, മുഹമ്മദ് ഷാ ആയഞ്ചേരി, അബ്ദുൽ അസീസ് സക്കാഫി പാലോളി, റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഇരിങ്ങല്ലൂർ, ഹബീബ് മാട്ടൂൽ എന്നിവർ സംബന്ധിച്ചു. നാഷണൽ ചെയർമാൻ ഉനൈസ് അമാനിയുടെ അധ്യക്ഷതയിൽ നടന്ന നോട്ടെക് 3 സംഗമത്തിന് അബ്ദുൽ ഫത്താഹ് സ്വാഗതവും ഫായിസ് ചേലക്കര നന്ദിയും പറഞ്ഞു. 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.